ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന് പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ആഴ്ചകളായി ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. മുൻപത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയും ഇറാൻ അമേരിക്കൻ യുദ്ധം തുടർക്കഥയാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധം തൊട്ട് പിറകെ തന്നെ ഇറാന്റെ നേതൃത്വത്തിൽ വരാനുണ്ട്. അതോടെ സർവ്വമേഖലയും ആക്രമിക്കുന്ന തരത്തിലും ഇസ്രായേലിന് മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന തരത്തിലുമായിരിക്കും ആ യുദ്ധം അവസാനിക്കുക എന്ന റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഓരോരോ ഭാഗവും കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നു, ഇറാനെ രണ്ടാം ഘട്ടം, അതായത് ഫെബ്രുവരി മാസം 28 ഇറാനെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമിച്ചതിന് ശേഷം പിന്നീട് ഒരു പദ്ധതി കൂടി അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഇറാനെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. ആണവായുധ മേഖല അടക്കം തകർത്തുകൊണ്ട് അവരുടെ സൈനികമായിരിക്കുന്ന ശേഷിപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ പാളിപ്പോയി. കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ തിരിച്ചടികൾ ഇസ്രായേലിന് നേരെ വരികയാണെങ്കിൽ തെല്ലവീവ് എന്ന് പറയുന്ന നഗരം പോലും ഇല്ലാത്ത വിധമുള്ള നാശമായിരിക്കും യഥാർത്ഥത്തിൽ വരിക എന്നുള്ളതാണ് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. നമ്മൾക്ക് കൃത്യമായ രീതിയിൽ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സാധിക്കുന്നില്ല. ഏത് തരത്തിലാണ് അത് നീങ്ങുന്നത്, ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധം ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അജ്ഞാതമാണ്. ഈ കാര്യമാണ് ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഓരോരോ ദിവസവും ശക്തി സംഭരിക്കുകയും അമേരിക്ക ഓരോരോ ദിവസവും ശക്തി ക്ഷയിക്കുകയുമാണ്. മുൻപ് പറഞ്ഞ ആവേശത്തോടു കൂടിയുള്ള സംസാരങ്ങളൊന്നും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേൾക്കുന്നേയില്ല. തങ്ങൾ ഇല്ലാതാക്കും, തങ്ങൾ നശിപ്പിക്കും, ഭരണത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇവിടുത്തെ പെട്രോളിയം ഞങ്ങൾ ഏറ്റെടുക്കും, ഹോർമുസിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈവശത്തിലായിരിക്കും, മിസൈൽ നിർമ്മിത സംവിധാനങ്ങൾ അപ്പാടെ തകർക്കും. അങ്ങനെ ഡസൻ കണക്കിന് താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത്. ഒന്നുപോലും നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും വിപരീത ഫലമാണ് ഉളവാക്കിയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും ഒരു സത്യവുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, നിത്യേന ശക്തി സംഭരിച്ചു വരികയാണ്. കൂടുതൽ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ എല്ലാ വിഷയത്തിലും ഇറാൻ നടത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം പോലും ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ ഇനിയും ഒരു യുദ്ധം ഇറാനെതിരെ നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് ആലോചിക്കുന്നു എന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നു. ഇറാൻ്റെ സർവ്വവും നശിപ്പിക്കുന്ന തരത്തിലായിരിക്കും ആ യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ അതിന് പ്രതികരിക്കുകയല്ല ഉണ്ടായത്, പകരം അതിന് പ്രതിരോധമുണ്ടാക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത്. അതിന് അവർക്കിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഏകദേശം 10,000 കിലോമീറ്ററെങ്കിലും വ്യത്യാസമുണ്ട്. ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനും ഏറ്റവും അടുത്ത് നിൽക്കുന്ന മിയാമി എന്ന് പറയുന്ന അമേരിക്കയുടെ ചെറിയ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് 9,500 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാര്യം അത്രയും ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ റൂട്ടുകൾ പോകുന്നത്. പക്ഷേ ഇറാൻ എടുത്തിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യത്തുള്ള അഥവാ ഇറാനോട് ചേർന്നുള്ള മറ്റ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. അത് ആക്രമണത്തിൻ്റെ ഒരു സ്ഥിതി കാര്യങ്ങളാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം വലിയ രീതിയിൽ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കക്ക് മാത്രം പ്രഹരം ഏൽപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി അടുത്ത പ്രഹരം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനാണ്. രാജ്യ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടും മർമ്മപ്രധാനമായിരിക്കുന്ന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള ആക്രമ പരമ്പരകൾ തന്നെ സൃഷ്ടിക്കുക. ഇതാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇസ്രായേൽ അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്.
പല മേഖലകളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗവൺമെൻറ് ജനങ്ങൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടില്ലെങ്കിൽ ഇറാൻ നിർമ്മിക്കപ്പെട്ട മിസൈലുകൾ നല്ലൊരു ശതമാനം ഇസ്രായേലിൻ്റെ ഭൂമിയിൽ വീണ് പൊട്ടുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അത്തരം നാശങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധത്തിന് പകരമായ രീതിയിൽ ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അതവർ പല ഘട്ടങ്ങളിലായിട്ട് അതവർ തുടർന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് വലിയ സംവിധാനങ്ങൾ ഒരുക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നാണ്. അതേപോലെ തന്നെ പ്രതിരോധ സംവിധാനത്തിലൊന്നാണ്. ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ നീക്കുപോക്കുകൾ നടത്തുന്ന രാജ്യങ്ങളിലും ഇസ്രായേലിൻ്റെ പേരുണ്ട്. അപ്പം നിർമ്മിക്കപ്പെടുന്ന ലോകോത്തര നിലവാരമുള്ള നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെതാണ് എന്ന പ്രത്യേകത. അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നിർമ്മിതമാണ്. അപ്പോൾ ഇത്രയും ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് ലോകത്തിന് മുൻപിൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയാനും പ്രതിഫലിപ്പിക്കാനും ഇസ്രായേലിന് സാധിച്ചു. 967 അറബ് ഇസ്രായേൽ യുദ്ധം അതിന് അടിവരയിട്ട ആക്രമണമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം തങ്ങൾക്ക് പ്രഹരമുണ്ടാക്കാൻ പാകത്തിൽ ഇന്നത്തെ ലോകത്തിൽ ഒരു രാജ്യവുമില്ല എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു 967 അറബ് ഇസ്രായേൽ യുദ്ധം. അപ്പോൾ അതിനുശേഷമൊക്കെ പല ഘട്ടങ്ങളിൽ നമുക്കറിയാം 6-7 രാജ്യം മുതൽ 10ഓളം രാജ്യങ്ങളെ പോലും ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതികളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും UN-ൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതി എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ അറേബ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർക്കെതിരെ എന്ത് ചെയ്യണം? പ്രതിരോധമുണ്ടാക്കണം, നടപടിയെടുക്കണം എന്നാണ് അറേബ്യൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അവരത് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ 948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 60-ലധികം പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ UN സഭയിൽ കൊണ്ടുവരികയും 30-ലധികം പ്രമേയങ്ങൾ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. പ്രമേയം പാസ്സായി എന്നല്ലാതെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് UN-ന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നു. മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയാണ് ഇത്തരം UN-ൽ നിന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പാസ്സായത് എങ്കിൽ നിമിഷങ്ങൾക്കകം നടപടിയെടുക്കാൻ താല്പര്യം കാണിക്കുന്ന UN സഭയും അമേരിക്കയും ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ചില രാജ്യങ്ങളോടുള്ള സമീപനമല്ല മറ്റു ചില രാജ്യങ്ങളോട് എന്നുള്ളത് നീതിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നീതിയും ധർമ്മവും നഷ്ടപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉണ്ടായത് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് എന്താണെന്നറിയോ, പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു പരിധിവരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്താനുള്ള ധൈര്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇറാൻ്റെ മുന്നേറ്റം കൊണ്ടാണ് അതുണ്ടായത് എന്നുള്ളത് കൃത്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള അക്രമ രീതികളും ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം തീർച്ചയായിട്ടും ഇനിയൊരു മാരക യുദ്ധമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യും. ആ ആക്രമണത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പോലും സാധിക്കാത്ത വിധമായിരിക്കും. അപ്പോൾ അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്: ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ സംഹാര താണ്ഡവമാടുന്ന മറ്റേതെങ്കിലും ഈ
ആയുധ സംവിധാനങ്ങൾ ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഒരു രാജ്യത്തിനും കൃത്യമായിരിക്കും വരില്ല, പ്രത്യേകിച്ച് അമേരിക്കക്കും ഇസ്രായേലും. ശത്രുവിൻ്റെ ശക്തി കാണാത്ത രീതിയിൽ അവരെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആ പ്രയാസമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം.